Alhamdulillah, Alhamdulillahi Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവശക്തനെ സർവാധിപതിയുമായിട്ടുള്ള സ്നേഹനിധിയായ അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു ഈ നശ്വരമായ ഐഹിക ജീവിതം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും തഖ്വയുള്ളവരാവണമെന്നും ആദ്യമേ ഏവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വലിയ ഒരു പരീക്ഷണത്തിനാണ് നമ്മുടെ നാട് വിധേയമായിട്ടുള്ളത്. 2-3 ദിവസം മുതൽ നമ്മളെയൊക്കെ കരളലിയിപ്പിക്കുന്ന, സഹിക്കാൻ പറ്റാത്ത ഒട്ടനവധി അനുഭവങ്ങളും സംഭവങ്ങളുമാണ് നമ്മളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ ആളുകളുടെ പലരുടെയും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. സ്വന്തമായി എന്ന് വിചാരിച്ചിരുന്ന കിടപ്പാടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, അവരുണ്ടാക്കിയ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ട് വല്ലാതെ വേദന അനുഭവിക്കുന്ന ഒരു പറ്റം ആളുകൾ, ദരിദ്രനെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് മാറ്റിയ ഏതാനും മണിക്കൂറുകൾ,
സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സമ്പന്നനായി ജീവിച്ച മനുഷ്യൻ ഇപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി, ഒരു ഗ്ലാസ് വെള്ളത്തിനു വേണ്ടി, നാണം മറക്കാൻ ഒരു വസ്ത്രത്തിനു വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മറ്റുള്ളവരെയും പ്രതീക്ഷിച്ചിരിക്കുന്ന വല്ലാത്ത ദയനീയമായ ഒരവസ്ഥ. സുഖമായി ഓരോരുത്തരുടെയും വീടുകളിൽ അന്തിയുറങ്ങിയവർ ഇന്ന് ഒന്ന് കണ്ണടക്കാൻ, ഒന്ന് തണുപ്പകറ്റാൻ, ഒന്ന് തലചായ്ക്കാൻ 9ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 578ഓളം കുടുംബങ്ങളിൽ നിന്നായി 2300-ലധികം ആളുകളാണ് ഈ രൂപത്തിലുള്ള വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ അറിഞ്ഞു മരണം 300-ലധികം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെയൊക്കെ ഹൃദയമൊക്കെ വേദനിപ്പിക്കുന്ന മൃതശരീരങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കിടന്നുറങ്ങിയത് വയനാട്ടിലാണെങ്കിൽ മരിച്ചു കിടന്നത് മലപ്പുറത്താണ് എന്നുള്ളത് നമ്മൾക്കാർക്കും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ആളപായത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ആളുകൾ ചർച്ച ചെയ്യുന്നു. ഇതിനു മുമ്പ് 2004 ഡിസംബറിൽ സുനാമിയിലാണ് 169ഓളം ആളുകൾ അന്ന് മരണപ്പെട്ടു എങ്കിൽ ഇന്ന് അതിന്റെ സംഖ്യ എത്രയോ ഉയർന്നു എന്ന് നമ്മൾ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. പക്ഷെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും, നമുക്കിത് വലിയൊരു അനുഭവമാണ്. നമുക്കിത് വളരെ ചിന്തിക്കാൻ വളരെയധികം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കഴിവിലും അള്ളാഹുവിന്റെ കനിവിലുമാണ് നമ്മുടെ ജനനവും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ, അവനാണ്, ജഅല ലക്കുമുൽ അർള ദലൂലാ, ഈ ഭൂമിയെ നമുക്ക് വാസയോഗ്യമാക്കി തന്നു, വിധേയമാക്കി തന്നു. നമുക്കിവിടെ ജീവിക്കാൻ, കൃഷി ചെയ്യാൻ സൗകര്യമൊക്കെ ഏർപ്പെടുത്തി തന്നു. അങ്ങനെ ഇതിന്റെ ചുമലിലാണ് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ ഉപജീവനമാണ് നമ്മൾ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനം അല്ലാഹ് പറയുന്നു, ഇനി നിങ്ങളൊക്കെ വരുന്നതും എന്റെ അടുത്തേക്ക് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ആരും ഇവിടെ നിർഭയരല്ല. എത്ര നല്ല വീടുണ്ടായിട്ടോ, എത്ര നല്ല സൗകര്യങ്ങൾ ഉണ്ടായിട്ടോ, അതൊന്നും നമുക്ക് നിർഭയരായിട്ട് നമ്മുടെ വീട്ടിൽ സുഖമായി കഴിയാനുള്ള ഒരു അവസ്ഥ തരുന്നില്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് ഐഹിക ജീവിതം. പരീക്ഷണങ്ങൾ ഉണ്ടാകും റബ്ബിന്റെ, അള്ളാഹുവിന്റെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ, തന്നും തരാതെയും. ഇതൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള, അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കാനുള്ള അവസരമായി കാണണം. റബ്ബുണ്ട്, ആ റബ്ബിലേക്ക് ഒന്നും കൂടി വിനയപ്പെട്ട് മടങ്ങുവാനുള്ള അവസരമായിട്ട് ഇത്തരം സംഭവങ്ങളെ, വിശ്വാസികളെ നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞു സൂറത്ത് അംബിയായിൽ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അവസാനം വഇലൈനാ തുർജഊൻ, നമ്മുടെ അടുക്കൽ തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. അള്ളാഹു എല്ലാവരെയും പരീക്ഷിക്കും.
സൂറത്തു അഅറാഫിൽ പറഞ്ഞത് മിൻഹുമുസ് സാലിഹൂന വമിൻഹും ദൂന ദാലിക്. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമാകുന്നവർ നല്ലവരുണ്ടാകും, അല്ലാത്ത ആളുകൾ ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞത് വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. നല്ലത് തന്നിട്ടും നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കുന്ന. റബ്ബ് പറഞ്ഞത് ലഅല്ലഹും യർജിഊൻ. എന്തിനാ അങ്ങനെയൊക്കെയെന്നോ? ലഅല്ലഹും യർജിഊൻ, എന്റെ അടുക്കലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരാനാണ്. തിന്മയിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്ക് ഒന്ന് ഒരു തിരിച്ചറിവുണ്ടാവാൻ, ഒരു ബോധോദയുണ്ടാവാൻ, പള്ളിയിലേക്കും അതേപോലെ ആരാധനാ കാര്യങ്ങളിലേക്കൊന്നും അടുക്കാത്ത മനുഷ്യനെ ഒന്ന് അടുക്കാൻ, ഒന്ന് ഓർമ്മപ്പെടുത്താണ് റബ്ബ് ഇത്തരം സംഭവങ്ങളിൽ. ഇത് നമുക്ക് പാഠമാവേണ്ടതുണ്ട്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇവിടെ വിശ്വാസിയുടെ സമീപനം എന്താവണം? അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 155-ാമത്തെ ആയത്ത് മുതൽ ചില കാര്യങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടൊക്കെ? ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, സ്വത്തുക്കൾ, അതേപോലെ തന്നെ ദേഹങ്ങൾ, അതേപോലെ തന്നെ കായ്ക്കനികൾ, ഇവയുടെ നഷ്ടങ്ങളെ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. 5 എണ്ണം പറയണം. പ്രിയപ്പെട്ടവരെ, വയനാട്ടിലെ ഈ ചൂരൽമലയിലെ ഈ ദുരന്തത്തിൽ ഈ 5ഉം നമുക്ക് കാണുകയാണ്. നമ്മൾ ഓരോ പത്രവാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോ, അതേപോലെ വായിക്കുമ്പോ, ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓരോരുത്തരും ആ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഓരോരുത്തരും അവിടെ അനുഭവം പറയുന്നു. ആ പൊട്ടലുണ്ടായതും അതിനുശേഷം വരുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളം വന്നപ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും, പലരും കുറെ ഒഴുകി മരത്തിൽ പിടിച്ച്, ഫാനിൽ പിടിച്ച് രക്ഷപ്പെട്ട രംഗം ഭയാണ്. അതേപോലെ 1-2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്നവർ വിശപ്പ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഉണ്ടായിരുന്ന 10-60 പവൻ ഉണ്ടാക്കി വെച്ചത് ഒലിച്ചുപോയി എന്ന് നമ്മൾ കേട്ടു. അതേപോലെ തന്നെ ഉണ്ടായ സമ്പത്ത് വിറ്റുണ്ടാക്കി വെച്ച അതേപോലെ അവരുടെ പണം, ഇത്രയും കാലത്ത് അധ്വാനം, വീട് എല്ലാം ഇങ്ങനെ സ്വത്തിന്റെ നഷ്ടമാണ്. ഉറ്റവരും ഒരു കുടുംബത്തിൽ നിന്ന് 16ഓളം പേര്, അങ്ങനെ എത്ര കുടുംബം, ഇങ്ങനെ കുടുംബ നഷ്ടം. അതേപോലെ തന്നെ ഉണ്ടായ കായ്ക്കനി ഒക്കെ, ഇതെല്ലാം നമുക്ക് അവിടെ കാണുകയാണ്. അല്ല നമുക്ക് ഇങ്ങനെ കാണിച്ചു തരിക. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഇതൊക്കെ റബ്ബിന്റെ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലല്ലോ, റബ്ബിന്റെ നിശ്ചയമാണ്, റബ്ബിന്റെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കണമെന്നാണ്. ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ഇത്തരത്തിലുള്ള വല്ല വിപത്തും നമുക്കും ബാധിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇതാ, ഇന്നാ ലില്ലാഹി, ഒക്കെ അള്ളാഹുവിൽ നിന്നാ, നമ്മൾ അവങ്കിലേക്ക് തിരിച്ചു പോവേണ്ടവരാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് തരാം. എന്നിട്ട് അങ്ങനെ ക്ഷമിച്ചാൽ അതാ വിശ്വാസിയുടെ സമീപനം. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹം ഉള്ളത്. അവരാണ് നേർമാർഗം പ്രാപിച്ചവരെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, അത്തരം വിശ്വാസികളുടെ കാര്യം അത്ഭുത. അജബൽ ലി അംറിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുത. വലൈസ ദാലിക് ഇന്ന അംറുഹു കുല്ലുഹു ഖൈർ, അവന്റെ കാര്യമൊക്കെ അവന് നല്ലതേ കാര്യം. എന്ത് ജീവിതത്തിൽ ഉണ്ടായാലും അതൊക്കെ ഒരു നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലി മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. വിശ്വാസിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഒരു നന്മ ഉണ്ടായാൽ അതിൽ അവൻ ശുക്ര, നന്ദി ചെയ്യും. അവനെന്തെങ്കിലും ഉപദ്രവമുണ്ടായാൽ, പ്രയാസം ഉണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ ക്ഷമിക്കും. ഇത് വിശ്വാസിയുടെ സമീപനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മൾ ദുർബലരാണ്. സദാസമയം അള്ളാഹുവിന്റെ സഹായത്തിന് ആവശ്യമുള്ളവരാണ് എന്ന തിരിച്ചറിവ്,
ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാ, മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതരാണ്, റബ്ബിന് നമുക്ക് ആവശ്യമുള്ളവരാണ്, അള്ളാഹുവാണ് ധന്യനും എന്ന് അവനാണ് സ്തുത്യർഹനും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തൗഹീദ്, തവക്കുൽ അതൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാനുള്ള അവസരമായി നമുക്ക് ഇതിനെ കാണുക. പ്രാർത്ഥനാ നിർഭരരായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മൾ വിനയപ്പെട്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കേണ്ട ഒരു സന്ദർഭവും സാഹചര്യമായി ഇതിനെ നമ്മൾ കാണുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നമ്മളോടും കൂടി പറയാണ്, പല സമുദായത്തിലേക്കും നാം ഇതേ രൂപത്തിൽ, നിനക്ക് മുമ്പ് നാം അവരെയും ഈ രൂപത്തിൽ ബുദ്ധിമുട്ടുകളെ കൊണ്ടും കഷ്ടപ്പാടുകളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടും നാം പിടികൂടിയിട്ടുണ്ട്. എന്തിനാ? അവർ വിനയാന്വിതരാവാൻ വേണ്ടിയിട്ട്. ലഅല്ലഹും യതദറഊൻ, അവരൊക്കെ വിനയാന്വിതരാവാൻ. അപ്പം നമുക്ക് എന്താണ്? അള്ളാഹുവിലേക്ക് ഒന്നും കൂടി അടുക്കുക, വിനയപ്പെട്ടു വരിക. അതിനാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളത് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു അൻആമിൽ കാണാം. അതാണ് ഇപ്പൊ ഈ ഓതിയത്. അതിന് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്താ മനുഷ്യർക്ക് പറ്റിയത്? ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. എന്തേ അവര് ഇതൊക്കെ കണ്ടിട്ടും ഒന്ന് വിനയപ്പെട്ടു വരാത്തത്? അവരുടെ മനസ്സുകൾ ഇങ്ങനെ കുടുസത, ഖസ്വത്തുൽ ഖൽബ്, ഹൃദയകാഠിന്യത അവരെ പിടികൂടിയിരിക്കുന്നു. അത് പിശാച് അവർക്ക്, അവർ ചെയ്യുന്നത് പിശാച് അവർക്ക് അലങ്കാരമായി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ്. നോക്കി അവിടേക്ക് സഹായങ്ങൾ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മൾ വാർത്ത കാണുന്നതൊക്കെ എന്താണോ, പല ആളുകളും അവിടുത്തെ മറ്റുള്ള അർഹതപ്പെടാത്ത ആളുകൾ പോലും അത് വാങ്ങിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവരനുഭവിക്കുന്നു. ആ ആളുകളെ ഒന്ന് സഹായിക്കാൻ, അല്ലെങ്കിൽ ആ രൂപത്തിൽ, അതും സ്വാർത്ഥത മനുഷ്യന്മാരെ പിടികൂടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങളിലൊക്കെ നമുക്ക് വിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈമാനും ഇഖ്ലാസും അനുസരിച്ച് ജീവിക്കുന്ന, അതല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തമായ സൗഭാഗ്യത്തിലേക്ക് അവരെ കൊണ്ടുപോയതായിരിക്കാം. 100-300 ആളുകൾ മരണപ്പെട്ടില്ലേ? അള്ളാഹുവിന്റെ എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യത്തിലേക്ക് അള്ളാഹു അവരെ കൊണ്ടുപോയതായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം, പ്രാർത്ഥിക്കാം. കാരണം കുറെ ആളുകൾക്ക് അള്ളാഹു ഷഹീദാണ്, അവർ അള്ളാഹു ഷഹീദുകളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. കേവലം യുദ്ധത്തിൽ മാത്രം മരണപ്പെടുന്നവരല്ല ഷഹീദ്. നമ്മളോട് പറഞ്ഞു, നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, അക്രമിയുടെ അടിയും കുത്തും കിട്ടി ഒരാൾ മരണപ്പെട്ടു എങ്കിൽ അയാൾ ഷഹീദാണ്. അതേപോലെ തന്നെ മുങ്ങി മരിച്ച ആൾ ഷഹീദാണ്. അതേപോലെ തന്നെ കെട്ടിടം തകർന്ന് അതിൽ പെട്ടുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ്. പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചാൽ അയാൾ ഷഹീദാണ്. വയറിന് അസുഖം ബാധിച്ച് അയാൾ മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ്. ശ്വാസകോശത്തിന് അസുഖം ബാധിച്ച് മരിച്ചാൽ അയാൾ ഷഹീദാണ്. അതേപോലെ തന്നെ ഗർഭത്തിൽ ഒരു സ്ത്രീ ആ സമയത്ത് അതിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടാൽ, ഇങ്ങനെ കുറെ നമുക്ക് ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. അല്ലാഹു അലം. ഒരുപക്ഷെ അള്ളാഹുവിന്റെ അത്തരത്തിലുള്ള ഒരു സൗഭാഗ്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോയതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ ഇന്നത്തെ ഭൗതിക ലോകത്ത് വേറൊരു മാർഗമല്ല. എന്തല്ലാതെ? ദുആ അല്ലാതെ, ഇസ്തിഗ്ഫാർ അല്ലാതെ, അല്ലാഹുവിലേക്ക് അടുക്കുകയല്ലാതെ വേറെ മാർഗങ്ങളില്ല. സൂറത്ത് ഫുർഖാന്റെ അവസാനത്തെ ആയത്ത് നമ്മളോട് പറഞ്ഞില്ലേ, ഖുൽ മാ യഹ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല എങ്കിൽ എന്ത് പരിഗണന നിങ്ങൾക്ക് നൽകാനാണെന്നാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്.
അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും വിനയപ്പെടുവാനും ആരാധനകളിൽ ഒന്നുകൂടി സൂക്ഷ്മത പുലർത്തുവാനും ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് വയനാട്ടിൽ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വയനാട്ടിലാണ് അത്തരം സംഭവങ്ങൾ സംഭവിച്ചത് എങ്കിൽ നമ്മുടെ നാടുകളിലും അത് സംഭവിക്കില്ല എന്നുള്ളതിൽ നമ്മൾ ആരും നിർഭയരല്ല. അള്ളാഹുവിലേക്ക് എപ്പോഴും അടുക്കുക, മരണത്തിനു വേണ്ടി, ആ മരണാനന്തര ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോവുക. റഹ്മാനായ നാഥൻ നമ്മെ ഏവരെയും ആ രൂപത്തിൽ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാടിന് നടുക്കിയ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ, വിശ്വാസി ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ നടന്നാൽ ഒരു വിശ്വാസി ഇനി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞു, വല്ലാതെ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. വീടില്ലാത്തവരാണ്, തൊഴിൽ നഷ്ടപ്പെട്ടവരാണ്, തൊഴിലിടങ്ങളൊക്കെ അതൊക്കെ നശിച്ചു പോയി. അവരുടെ കൃഷി, മറ്റു വരുമാന മാർഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവരെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, അവരെ നമ്മൾ നെഞ്ചോട് ചേർക്കേണ്ടതുണ്ട്, അവർക്ക് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ നമ്മളോട് പറഞ്ഞില്ലേ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിന്റെയും നന്മയുടെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക, ശത്രുതയുടെയും പാപങ്ങളുടെയും പേരിൽ നിങ്ങൾ സഹായിക്കാതിരിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരാൾക്ക് ജീവിതത്തിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, സൂറത്ത് മാഇദയിൽ തന്നെ പറഞ്ഞു, വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരാൾക്ക് ജീവൻ കൊടുത്താൽ, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ലോകർക്ക്, മാലോകർക്ക് മൊത്തത്തിൽ ജീവൻ കൊടുത്തതിന് തുല്യമാണ് എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, ഇതിന്റെ പ്രാധാന്യം പറയാണ്, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നമ്മളോടും കരുണ കാണിക്കും. നമ്മുടെ ആപത്തുകൾ, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ഇല്ലാതാക്കി തരും. റസൂല് പറഞ്ഞു, ദുനിയാവിൽ ഒരാളുടെ പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ നാളെ ആരാരും സഹായിക്കാനില്ലാത്ത ഖിയാമത്ത് നാളിൽ അവന്റെ പ്രയാസം അല്ലാഹു ഇല്ലാതാക്കി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട്. അവർക്ക് ഇന്ന് പല സംഘടനകൾ, പല രൂപത്തിൽ പല ആളുകൾ ഇങ്ങനെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കും ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളും ചെയ്തു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ മഹല്ലിൽ ഇങ്ങനെ ചർച്ച ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു. അവർക്ക് ഏതെങ്കിലും പാവപ്പെട്ട ഒരു കുടുംബത്തിന് നമ്മുടെ മഹല്ലിന്റെ വകയായിട്ട് ഒരു വീട് വെച്ചു കൊടുക്കുക. ഒരു ചുരുങ്ങിയതൊരു 7, 8 അല്ലെങ്കിൽ 9 ലക്ഷം രൂപയ്ക്ക് ഉണ്ട് എങ്കിൽ അവർക്ക് നന്നായിട്ട് ശാശ്വതമായി അവർക്ക് ഇനി ജീവിക്കാൻ പറ്റുന്ന ഒരു വീടുണ്ടാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലരും അതിന് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നമ്മളൊന്നാണ് ഒരുമിച്ചാൽ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മുടെ മഹല്ലിന്റെ വകയായി നമുക്കൊരു വീട്, അത്തരം പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ സാധിക്കും. കാരണം കണ്ണ് ചിമ്മിയാൽ നമ്മുടെ പണത്തിന് പിന്നെ വിലയില്ലല്ലോ. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറയുന്നത്. നീ മറിഞ്ഞു വീണാൽ, നീ നാശമടഞ്ഞാൽ നിന്റെ പണം പിന്നെ ഉപകാരപ്പെടില്ലല്ലോ. നിനക്ക് എന്ത് ഉപകാരം കിട്ടുമെന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുമ്പോ നമ്മളുടെ ശരിക്ക് അരമുറുക്കി നമ്മൾ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട്.
കഴിയുന്ന എല്ലാവരും മനസ്സറിഞ്ഞ് അങ്ങനെ ഒരു സംരംഭം നമ്മൾ ഇതിന് തുടക്കം കുറിക്കുകയാണ് എങ്കിൽ മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും സഹായിക്കുക. അത് നമുക്ക് വല്ലാത്ത ഒരു പുണ്യകർമ്മമായിരിക്കും. നമ്മുടെ എത്രയോ പേർ ആ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നമ്മൾ എന്നാണ് അങ്ങോട്ട് പോവുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദുരന്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ഇങ്ങനെ ഈ രൂപത്തിലെ പരീക്ഷണങ്ങളോ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തായാലും പോക്ക് പ്രിയപ്പെട്ടവരെ ഉറപ്പാ. അവിടെ അതിന് നമ്മുടെ കണ്ണ് ചിമ്മിയതിനു ശേഷം നമ്മുടെ ഖബർ ജീവിതത്തിൽ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്കെന്നും കൂട്ടായിട്ടുള്ളത് ഇത്തരം പ്രവർത്തനങ്ങളായിരിക്കും. അതുകൊണ്ട് ആ വീടില്ലാത്തവർക്ക് ഒരു അത്താണിയായിക്കൊണ്ട് നമുക്ക് നമ്മുടെ മഹലിന് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. എല്ലാവരും ആലോചിച്ച് വേണ്ട രൂപത്തിൽ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് അങ്ങോട്ടുള്ള അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക. പലപ്പോഴും അത് കാണാൻ ആളുകൾക്ക് താല്പര്യമാണ്. നമുക്കറിയാം, അവിടേക്ക് ആളുകൾ ചെല്ലുന്നത് അവർക്ക് ദോഷാണ്, അവർക്ക് പ്രയാസാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് 5 വക്തുകളിലും നമസ്കാര വേളകളിൽ പ്രാർത്ഥനാ വേളകളിൽ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. പലരുടെയും മാതാക്കളില്ല, പലരുടെയും പിതാക്കളില്ല, പലരുടെയും പൊന്നു മക്കൾ കയ്യിൽ നിന്നാണ് പോണത്. അല്ലാത്ത അവസ്ഥയാണ്. കണ്ടു കിട്ടിയത് തലയില്ലാത്തവരെയാണ്, കൈകാലുകളാണ്. ചാലിയാറിൽ പല സ്ഥലങ്ങളിലും പല കഷ്ണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയനീയമായ അവസ്ഥയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സർക്കാർ സംവിധാനങ്ങൾ അവർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്ന ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സറിഞ്ഞ് അവർ പ്രാർത്ഥിക്കുക. ഈ കൂട്ടായ്മയുടെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെയൊക്കെ സർവ്വ സാന്നിധ്യം ഉണ്ടാവുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഇത്തരത്തിലുള്ള ഞങ്ങളുടെ നാടിനെയും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, വല്ലാത്ത വേദനയാണ് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ആശ്വാസവും ഒരു സമാധാനവും നീ നൽകി നീ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണമുണ്ട്. എങ്ങനെ മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് നീ ഷഹീദിന്റെ കൂലി നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, നാട്ടുകാർ, കുടുംബക്കാർ, അള്ളാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും നീ അവർക്ക് പ്രദാനം നൽകണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, രോഗം ബാധിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഇടയിൽ പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. നാഥ, ആഫിയത്തും ആരോഗ്യവും ശമനവും നീ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തന്ന് ഞങ്ങൾക്ക് ഏവർക്കും നീ കാരുണ്യം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم صيبا نافعا، اللهم صيبا نافعا، اللهم صيبا نافعا. اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا. اللهم إنا نعوذ بك من زوال نعمتك، اللهم إنا نعوذ بك من جهد البلاء. اللهم لا تقتلنا بغضبك
ولا تهلكنا بعذابك وعافنا قبل ذلك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله عليه وسلم.